അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 56 സെൻറ്റ് സ്ഥലം, അതിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ടെറസിട്ട നല്ലൊരു വീടും. അപ്പോൾ കാലി സ്ഥലത്തിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ മതി. അതായത് ചെറിയ വില മുതലാളി ഇതിന് ചോദിക്കുന്നുള്ളൂ. കാലി സ്ഥലത്തിന് ഇവിടെ എത്രയാണോ മാർക്കറ്റ് റേറ്റ് അതിലും കുറച്ചിട്ടേ ഇവർ ചോദിക്കുന്നുള്ളൂ. കാരണം വിൽപ്പന അർജൻറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത്. ഇതുണ്ട്, ഈ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള അവിടെ ഒരു ബിൽഡിംഗ് ആണ്. അതിന് നേരെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് ബസ് റൂട്ടാണ്. അതായത് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ അങ്ങാടിയിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഇങ്ങോട്ടുള്ളൂ. ഏകദേശം ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം. അപ്പോൾ ആദ്യം തന്നെ വില പറഞ്ഞുതരാം. 1 സെൻറ്റ് സ്ഥലത്തിന് 1,45,000 രൂപ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. അതായത് അതിൽ നമ്മൾ വീടിൻ്റെ വില ചോദിക്കുന്നില്ല, വേറെ ഒന്നുമില്ല. 10-25 തെങ്ങുണ്ട്, വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. അങ്ങാടിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സ്ഥലത്തിന് ഇവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. 2-3 ലക്ഷമൊക്കെ മാർക്കറ്റുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. വീടിനും നിങ്ങൾ വില കൂട്ടണ്ട. 1 സെൻറ്റ് സ്ഥലത്തിന് 1,45,000 രൂപ മാത്രം വെച്ചിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 56 സെൻറ്റിന് എത്രയാണോ കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ഒരു മൊത്തം വില. അപ്പോൾ ചെറിയ വിലയുള്ളൂ. അപ്പോൾ മലപ്പുറം ജില്ലയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ വളരെ വിശദമായിട്ടുള്ള ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് വീട് കാണാം. വീട് വലിയൊരു പഴക്കമില്ലാത്ത വീടാണ്. ഏകദേശം 1100-1200 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ഇതുണ്ടോ, സിറ്റ് ഔട്ടൊക്കെ നല്ല എൽ ഷേപ്പിലുള്ള നല്ല സൗകര്യമുള്ളൊരു വീട് കേട്ടോ. ഓരോ ഭാഗവും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ള ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. ഇതുണ്ടോ, ഈ കാണുന്ന ഇവിടെ ബിൽഡിങ്, ഇതിൻ്റെ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഇവിടുത്തെ മെയിൻ ജുമാ മസ്ജിദാണ്, മെയിൻ അങ്ങാടിയാണ് കാണുന്നത്. അതായത് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള വഴിദൂരം. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗം റോഡാണ്. നേരെ ഫ്രണ്ട് ഭാഗം ടാറിങ് റോഡ്, സൈഡ് ഭാഗത്തൂടെ 10 അടി വഴി പിൻഭാഗത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 2 ഭാഗം റോഡുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളത്, വീടിൻ്റെ ജനൽപ്പൊളികളായിക്കോട്ടെ വാതിൽപ്പൊളികളായിക്കോട്ടെ, ഇതൊന്നും സിമെൻറ്റോ ഇതൊന്നും അല്ല വരുന്നത്. നല്ല തേക്കിൻ്റെ മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് നാച്ചുറൽ മാർബിളാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മാർബിൾ തന്നെയാണ്. വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിൾ തന്നെ ചെയ്തിട്ടുണ്ട്. റൂമുകളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ്. ഇപ്പോൾ അത് ഇവരെ കുടിരിക്കൽ സമയത്ത് ഒരു കോട്ട് വെള്ള പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചുമരില ചളി ആ വൃത്തികേട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കോട്ട് കളർഫുൾ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പെയിൻറ്റ് അടിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. വലിയൊരു പഴക്കമില്ലാത്ത വീട് കേട്ടോ, നല്ല സൗകര്യമുള്ളൊരു വീടാണ്. അപ്പോൾ വലിയൊരു പഴക്കമില്ല. അപ്പോൾ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ലുക്ക് തന്നെയാണ് മാറി. നല്ല സൗകര്യമുണ്ട്. റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതാണ് ഒരു ബെഡ്റൂം. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ കബോർഡ് വർക്കുകൾ, അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചുമരിൽ നല്ലൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു പാസേജ് ഏരിയ, ഇവിടെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്തേക്ക്. ഇവിടെ സ്റ്റെയറിന് ഹാൻഡ് റെയിലിൻ്റെ ഒരു വർക്ക് മാത്രം പെൻഡിങ് ഉണ്ട്. മുകൾ ഭാഗത്തേക്ക് നമ്മൾക്ക് 2-3 റൂമുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മിക്കണമെന്നില്ല, അതിനുള്ള തറക്കതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ ഞാൻ കണ്ടോ, ഈ ചുമരിൽ ഈ ചളിയൊന്നും നോക്കണ്ട. ഒരു കൂട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി, എല്ലാം ഫുള്ള് നല്ല സെറ്റപ്പുള്ള ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ വെച്ചിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തൊരു കോമൺ ബാത്റൂം ഉണ്ട്. അതിൽ സാധാരണ ഇന്ത്യൻ ടൈപ്പിലുള്ള നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ബെഡ്റൂമുകളൊക്കെ 11-11 സൈസ്, 10-11-11-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ഇവിടെ എല്ലാ 3 ബെഡ്റൂമിലും ഇതുപോലുള്ള ചുമരിൽ നല്ല അലമാരി സെറ്റ് ചെയ്തിട്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, വിൻഡോസൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഫുള്ളും മരത്തിലാണ് കേട്ടോ. അപ്പോൾ 2 ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് കിളിവാതിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, അതിൻ്റെയൊക്കെ ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് നാച്ചുറൽ മാർബിളാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ ഇവിടെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിനൊന്നും വില ചോദിക്കുന്നില്ല കേട്ടോ. അതായത് വീട് നല്ല അടിപൊളിയായിട്ടുള്ള വീട് തന്നെയാണ്. ഇതുണ്ടോ, ബാത്റൂമിലൊക്കെ ഡിജിറ്റൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് അടിഭാഗത്തെ ടൈലൊക്കെ ഉണ്ട്. നല്ല പുതിയ മോഡൽ അടിപൊളി ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഈ വീടിനൊന്നും വില കാണുന്നേ ഇല്ല. അതുണ്ടോ, അതിൻ്റെയൊക്കെ ഡോറുണ്ടോ ഫുള്ള് തേക്കിലാണ്.
അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെ. കാലി സ്ഥലത്തിന് 1,40,45,000 രൂപ വെച്ച് കൂട്ടിയാൽ മതി. നിങ്ങൾ ഈ സ്ഥലത്തിന് ഈ വീടിനൊന്നും വില കാണേ വേണ്ട. നല്ല യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ വഴി സൗകര്യമുണ്ട്, 2 ഭാഗം റോഡാണ്. അങ്ങാടീൻ്റെ ഹൃദയഭാഗത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ എൽ ഷേപ്പിലെ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പുകയാണ് ഇവിടെ ഇവർ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിമ്മിനിൻ്റെ അവിടെ നിന്ന് വരുന്ന പുകയാണിത് ചുമരിൽ പിടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോർ റൂമുണ്ട്, ചെറിയൊരു സ്റ്റോർ റൂം. കിച്ചണിൻ്റെ അടിഭാഗവും മാർബിൾ തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി പുറത്ത് ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഇവിടെ. ഇതാണ് സൈഡിൽ. ഇവിടെ നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇവിടെ വസ്ത്രങ്ങൾ കഴുകാനുള്ളൊരു അലക്കുകല്ലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഇവിടെ. അപ്പോൾ 3 ബാത്റൂം വരുന്നുണ്ട്, 2 കോമണും ഒരു അറ്റാച്ചഡും. ഇനിയാണ് ഈ 56 സെൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ ഘടന ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. നേരെ ഫ്രണ്ടിൽ കൂടെ അടിഭാഗം ടാറിങ് റോഡ്, സൈഡിൽ കൂടെ ഇതിലൊരു വഴി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലം. ഇതുണ്ട്, ഈ വെള്ള പെയിൻ്റ് അടിച്ചിട്ടില്ല ഇവിടെ വീട് നിൽക്കുന്നത്. മുകൾ ഭാഗത്തേക്കാണ് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് 3 തട്ടുകളായിട്ട് ചെയ്യേണ്ടി വരും. സൈഡിൽ കൂടെ അതിൽ വഴിയുണ്ട് കേട്ടോ, ഇതിൻ്റെ ബാക്കിലേക്ക് ഇതിൽ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ടാവും. പിൻഭാഗത്ത് ഇതിലെങ്ങനെ സ്ഥലം പിൻഭാഗത്തേക്കാണ്. അപ്പോൾ ഏകദേശം 25ഓളം നല്ല കായ്ഫലുള്ള തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ 2 തട്ടുകളായിട്ട് ഈ വഴി ഇങ്ങനെ പോകുന്നത്, അവിടെ 2 തട്ടുകളായിട്ട് ഒന്ന് ഫ്ലാറ്റാക്കിയിട്ട് അവിടെയൊക്കെ വീടുകൾ കയറ്റാം. വെള്ളമൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ്. ഇതിൻ്റെ ഇതുണ്ടോ, ഈ വഴി ഇങ്ങനെ പോകുന്ന പിൻഭാഗത്ത് ഇവിടെ റോഡുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്കൊരു തട്ടാക്കിയിട്ട് ഇവിടെ തിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലും 2 തട്ടുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾക്കത് മറിച്ച് വെക്കാം. നമ്മൾക്ക് വീട് നിൽക്കുന്ന ഭാഗം കഴിച്ചിട്ട് ബാക്കിയുള്ള മറിച്ച് വെക്കാം. ഇനി അതല്ല കൃഷിയുടെ എന്നുള്ള രീതിയിൽ അതവിടെ നിലനിർത്തിയിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഏതെങ്കിലും ചെറിയ വിലയുള്ളൂ. 56 സെൻറ്റ് സ്ഥലം, 56 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ട നല്ലൊരു അടിപൊളി വീടും. വീടിനൊന്നും വില നിങ്ങൾ കൊടുക്കുകയേ വേണ്ട. കാലി സ്ഥലത്തിന് അവിടെ എത്രയാണോ മാർക്കറ്റ് അതിലും കുറച്ചിട്ടേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അർജന്റ് വിൽപ്പന കേട്ടോ, ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വള്ളിക്കാപറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരി ആനക്കയം പെരിന്തൽമണ്ണ റൂട്ടിൽ വള്ളിക്കാപറ്റ എന്ന് പറയുന്ന സ്ഥലം. വള്ളിക്കാപറ്റ അങ്ങാടി തന്നെ, അതായത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വണ്ടി പോകുന്നതൊക്കെ നമ്മൾക്ക് തന്നെ ജസ്റ്റ് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ വള്ളിക്കാപറ്റ അങ്ങാടിയിൽ നിന്ന് നമ്മളെ പള്ളിപ്പുറം റോഡിന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഈ പാലം കഴിഞ്ഞിട്ടൊരു ബിൽഡിങ് ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നേരെ ബാക്കിൽ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ സ്ഥലത്തിനൊക്കെ അവിടെ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു അങ്ങാടിയിൽ എത്ര റുപ്യ ഒരു സെൻറ്റിന് വില ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ 1,40,45,000 രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. അവിടെ കാലി സ്ഥലത്തിന് 2.5, 3 ഇതൊക്കെയാണ് അവിടുത്തെ മാർക്കറ്റ് റേറ്റ്. അപ്പൊ അതൊന്നും നിങ്ങൾ കൊടുക്കണ്ട, വീടിന് വിലയും കൊടുക്കണ്ട. കാലി സ്ഥലത്തിന് അവിടെ 1,40,45,000 വെച്ച് കൂട്ടിക്കോളി. അങ്ങാടിയിലെ സെക്കൻഡ് പ്ലോട്ടാട്ടോ, നേരെ ഫ്രണ്ടിൽ ബിൽഡിംഗ് ആണ്. യഥേഷ്ടം വെള്ള സൗകര്യം ഉണ്ട്, വഴി സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വിൽപ്പന അർജന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. 56 സെന്റ് സ്ഥലം, 1,40,45,000 രൂപ ഒരു സെന്റിന് വെച്ചിട്ട് 56 സെന്റിന് എത്രയാണോ കിട്ടുന്നത് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിന് നല്ലൊരു വീടുണ്ട്. അങ്ങാടി അടുത്തായിട്ടുള്ള പ്രോപ്പർട്ടി തൊട്ട് മുന്നിലായിട്ടാണ് അങ്ങാടി വരുന്നത്. ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിന് ചെറിയൊരു ഷേപ്പ്ലെസ് ആണ്, അതായത് ഇങ്ങനെ സ്ലോപ്പിലാണ്, മുകൾ ഭാഗത്തേക്ക് ചെറിയൊരു കയറ്റത്തിലാണ് വീട് നിൽക്കുന്നത്. 3 തട്ടുകളായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് അടിഭാഗത്ത് ഫസ്റ്റ് ഒരു തട്ടിൽ ഇപ്പോൾ അവർ ഓൾറെഡി വീട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട്. മുകൾക്ക് ഏകദേശം പകുതി വരെ അവർ റോഡ് അവർ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീട് രണ്ടാമതൊരു തട്ടും കൂടെ കൊടുക്കുക, അതിൻ്റെ മുകൾ ഭാഗം ഒരു തട്ടും കൂടെ കൊടുക്കുക, ലെവലാക്കുക. ഒന്ന് തട്ടി ലെവലാക്കി ഒരു ചെറിയൊരു കെട്ട് കെട്ടണം എന്നേ ഉള്ളൂ. വഴി സൗകര്യം കെട്ടെടുത്തിട്ട് കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ 3 സ്റ്റെപ്പുകളായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് നല്ലൊരു ലാഭം പ്രതീക്ഷിക്കാം. അതായത് നമുക്ക് ഈ മുതലെടുത്തിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ വിലക്ക് എടുത്തിട്ട് നമ്മൾക്ക് മുകൾ ഭാഗത്ത് ആ 2 പ്ലോട്ടുകൾ വിറ്റാൽ തന്നെ നമ്മൾക്ക് മുടക്കുമ്പോൾ അതിൻ്റെ ലാഭമായി. പിന്നെ വീടവിടെ ഫ്രീ ആയി നമ്മൾക്ക്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു നാക്കുള്ളൊരു മുതലാണ്. ചെറിയ വിലയുള്ളൂ, 1,40,45,000 രൂപ ഒരു സെന്റ് സ്ഥലത്തിന്. അപ്പോൾ 56 സെന്റ് സ്ഥലത്തിന് ടോട്ടലി കൂട്ടുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു വില. മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ വള്ളിക്കാപറ്റ എന്ന് പറയുന്ന സ്ഥലം, വള്ളിക്കാപറ്റ അങ്ങാടി തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.